കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറി. പാലപ്പെട്ടി സ്വാമിപ്പടിയിലെ 3ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറി. 2 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിലാണ് കുടുംബങ്ങൾ ദുരിതത്തിലായത്. പാലപ്പെട്ടി സ്വാമിപ്പടിയിലെ കറുത്തേടത്ത് ഗോവിന്ദൻ, ജനാർദ്ദനൻ, തെക്കൂട്ട് മണികണ്ഠൻ എന്നിവരുടെ വീട്ടിലേക്കാണ് വെള്ളം കയറിയത്. കറുത്തേടത്ത് ഗോവിന്ദന്റെ വീട്ടിലെ അടുക്കളയിലും വെള്ളം കയറി. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് കാന നിർമ്മിക്കാത്തതാണ് പ്രശ്നം. കാന നിർമ്മിക്കണമെങ്കിൽ കറുത്തേടത്ത് ഗോവിന്ദന്റെ വീടിന്റെ മുറി പൊളിച്ചു നീക്കണം. നഷ്ടപരിഹാരം തന്നാൽ മാത്രമേ വീട് പൊളിക്കാൻ സാധിക്കൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. അടിയന്തരമായ നഷ്ടപരിഹാരം നൽകി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഞാൻ കറുത്തേടത്ത് ഗോവിന്ദൻ എന്ന ആളാണ്. സ്വാമിപ്പടിക്കലാണ് വീട്. വീട് നാഷണൽ അതോറിറ്റിക്ക് വേണ്ടി എടുത്തതാണ്. എടുത്ത് അവര് ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പൈസയും തന്നിട്ടില്ല. ഭൂമി കുറച്ച് എടുത്ത് അതിന് മാത്രം പൈസ തന്നിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പം മഴ പെയ്തപ്പോൾ മൊത്തം വെള്ളക്കെട്ടായി. ഇപ്പോൾ താമസയോഗ്യം അല്ലാതെ ആയിരിക്കുകയാണ്. അടുത്ത വീട്ടിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ വീട് മറ്റ് മെയിൻ്റനൻസ് നടത്താനോ വീട് പൊളിച്ചെടുക്കാനോ ഒന്നിനും പറ്റണില്ല. അതുകൊണ്ട് ഈ അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. എൻ്റെ വീട് ഈ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പാപ്പൻ്റെ വീട്ടിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം അതുപോലെ കുതിച്ചിങ്ങോട്ട് ചാടി ഏകദേശം ഒരു അണക്കെട്ട് പൊട്ടുന്ന രീതിയിലാണ് വെള്ളം വന്നിരുന്നത്. ഈ കിലോമീറ്റർ ദൂരമുള്ള ഈ വെള്ളം മുഴുവനും ഈ ചാല് കൂടെ ഒഴുകിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും നമ്മൾ വീട് 2 മണിക്കൂർ മഴ പെയ്ത കാരണമാണ് വീട്ടിനുള്ളിൽ ഇവിടെ വെള്ളം കയറാത്തത്. ബാക്കി മിക്കവർത്തും എല്ലായിടത്തും വെള്ളം കയറി. നമ്മളെ വീട് വെച്ച് താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും വെള്ളം വന്നാൽ ഉടനടി നമ്മളെ പറമ്പിലേക്കെത്തും. എൻ്റെ വണ്ടി നാശമായി. കുറേ സെറ്റുകൾ ഫ്രണ്ടിലുണ്ടായിരുന്നു, അതൊക്കെ നാശമായി. ഞാൻ ഈ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് സ്പെയർ പാർട്സും എൻ്റെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെള്ളം കയറി, മണ്ണ് കയറിയൊക്കെ നാശമായി. മാത്രമല്ല ആ വെള്ളത്തിന് ഒരുപാട് ദുർഗന്ധം ഉണ്ടായിരുന്നു. ആകെ ബുദ്ധിമുട്ടി. ഇന്നലെ 2 മണിക്കൂർ മഴ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭീകരരൂപം ഇവിടെ ഉണ്ടായത്.